തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. പോലീസ് സുരക്ഷ മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറിയ പ്രവർത്തകർ അവരെ കസ്റ്റഡിയിലെടുത്ത് ബലപ്രയോഗത്തിലൂടെ നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് തുടരുന്നു. അതിനിടയിൽ അതിനെ പ്രതിരോധിക്കുകയാണ് എസ്എഫ്ഐ പ്രവർത്തകർ. ശ്രമിച്ചിരുന്ന പ്രവർത്തകരെ പൂർണ്ണമായും നീക്കം ചെയ്തു. അവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോവുകയാണ് പോലീസ്. അവിടെ ആ സ്റ്റെയർ കേസിൽ വലിയ ബലപ്രയോഗം നടക്കുന്നു. അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു. ഇപ്പോൾ സ്റ്റെയർ കേസിലേക്ക് ഒന്നാം നിലയ്ക്കും ഗ്രൗണ്ട് ഫ്ലോറിനും ഇടയിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ സംഘർഷം നടക്കുന്നത്. അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. അവരെ താഴേക്ക് എത്തിക്കാനുള്ള ശ്രമം. ആ താഴെ നിന്ന് അവിടെ അവർ ആ സ്റ്റെപ്പിൽ ഇരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. അതുകൊണ്ട് താഴേക്ക് പോകുന്നതിനെ ബലം പ്രയോഗിച്ച് വിദ്യാർത്ഥികൾ പ്രതിരോധിക്കുന്നു. അവരെ വനിതാ പ്രവർത്തകരടക്കം ആ സ്റ്റെപ്പിൽ ഇരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ പോലീസിനെ മുകളിൽ നിന്ന് നീക്കം ചെയ്ത പ്രവർത്തകരെ താഴേക്ക് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഒന്നാം നിലയിലെ ഡിസിയുടെ ഓഫീസിന് മുന്നിലുള്ള സംഘർഷം അവസാനിച്ചു. ആ സംഘർഷം സ്റ്റെയർ കേസിലേക്ക് വഴിമാറി. ഇവിടെ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണമായി കഴിഞ്ഞു. ഡിസിയുടെ ഓഫീസിന്റെ നിയന്ത്രണം പോലീസ് പൂർണ്ണമായും ഏറ്റെടുത്ത് കഴിഞ്ഞു. പക്ഷേ താഴെ വലിയ സംഘർഷം, സ്റ്റെയർ കേസിൽ വലിയ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടെന്നുള്ളൂ. അതിന് അവർ താഴേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല. ഏതായാലും വലിയ കലാപകലുഷിതമായ അന്തരീക്ഷമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് തുടരുന്നത്. ഏതാണ്ട് മണിക്കൂറുകളായി ഇപ്പോൾ ഈ സംഘർഷാവസ്ഥ തുടർന്നിട്ട് ഇതിനൊരു അയവ് വരുത്താൻ പോലീസിന് ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. നമ്മൾ അസാധാരണമായ കാഴ്ചകളാണ് സർവകലാശാല ആസ്ഥാനത്ത് കഴിഞ്ഞ 1.5-2 മണിക്കൂറായി കാണുന്നത്. കാരണം പ്രവർത്തകർ, എസ്എഫ്ഐ പ്രവർത്തകർ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഡിസിയെ തടയുമെന്ന് പറഞ്ഞിരുന്നതാണ്. അതിന്റെ ഭാഗമായി പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി. പക്ഷെ ആ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തരിപ്പണമാക്കിക്കൊണ്ട് എസ്എഫ്ഐ പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് നൂറുകണക്കിന് പ്രവർത്തകർ പ്രവേശിക്കുന്ന കാഴ്ചയാണ്. ആ ക്യാമ്പസിൽ കോമ്പൗണ്ടിൽ മാത്രമല്ല, കെട്ടിടത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം എസ്എഫ്ഐ പ്രവർത്തകർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ കഴിഞ്ഞത്. അവർ വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ വരെ ആ പ്രതിഷേധവുമായി എത്തി. പോലീസിന്റെ എല്ലാ നിയന്ത്രണങ്ങളും മറികടന്നുകൊണ്ടാണ് അവരെത്തിയത്. അതിൽ നിന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള അനുനയശ്രമങ്ങളെല്ലാം പാളി. ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ചാണ് വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ നിന്ന്, ഒന്നാം നിലയിലെ ഓഫീസിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തകരെ നീക്കം ചെയ്തത്. പക്ഷേ ഈ സ്റ്റെയർ കേസിൽ താഴേക്കുള്ള പടവുകളിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു. ആ പടവുകളിൽ വനിതാ പ്രവർത്തകരടക്കം ഇരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു. അപ്പോൾ മുകളിൽ നിന്ന് പിടിച്ചുകൊണ്ട് താഴേക്ക് പോകുന്ന പ്രവർത്തകരെ താഴെ എത്തിക്കാൻ പോലീസിന് കഴിയുന്നില്ല. ഇനി സ്റ്റെയർ കേസിൽ മറ്റൊരു ബലപ്രയോഗം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ താഴേക്ക് എത്തിക്കാൻ കഴിയൂ. ഏതായാലും അപകടകരമായ ഒരു ആക്ഷനാണ് പോലീസ് നടത്തുന്നത്. കാരണം സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. യൂണിവേഴ്സിറ്റി കോളേജിലെ അടക്കം വിദ്യാർത്ഥികളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഈ പടവുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ബലപ്രയോഗം ഉണ്ടാകുമ്പോൾ മറിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഒരു ലാത്തി ചാർജിലേക്കോ മറ്റോ പോയാൽ വിദ്യാർത്ഥികൾ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് ചെറിയ ഓടുകയും മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി പരമാവധി സുരക്ഷയോടെ വിദ്യാർത്ഥികളെ താഴെ എത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇപ്പോൾ സ്റ്റെയർ കേസ് പൂർണ്ണമായും എസ്എഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. അവിടെ പ്രതിഷേധിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. വനിതാ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന് ഉള്ളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പുറത്തും സംഘർഷമാണ്. പുറത്ത് ചിതറിയോടി പ്രവർത്തകർക്ക് നേരെ പോലീസ് നേരിയ തോതിൽ ലാത്തി വീസുന്നതും കാണുന്നുണ്ട്. ചില പ്രവർത്തകർ പോലീസ് കസ്റ്റഡി എടുക്കുന്നതിനിടയിൽ അവിടെ നിന്ന് സർവകലാശാലയ്ക്ക് മുൻഭാഗത്തേക്ക് ഓടി മാറുന്നുണ്ടായിരുന്നു. അതിനിടയിൽ പുറത്ത് തർക്കമുണ്ടാകുന്നുണ്ട്. അകത്ത് വനിതാ പ്രവർത്തകർ മുൻനിരയിൽ പ്രതിഷേധിക്കുകയാണ്. അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയാൽ മാത്രമേ മറ്റുള്ള പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ വനിതാ പോലീസിന്റെ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ സ്റ്റെയർ കേസിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പോലീസ് ആക്ഷനിലേക്ക് ഇവിടെ കടന്നിരിക്കുകയാണ്. പ്രവർത്തകരെ കൂടുതലായി കസ്റ്റഡിയിൽ എടുത്ത് നീക്കുകയാണ്. സർവകലാശാലയിൽ സ്ഥിതി ശാന്തമാക്കുക എന്ന പരിശ്രമം പോലീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറോളം ആകുന്നു. പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാളിപ്പോയിടത്ത് പോലീസിന്റെ വെട്ടിച്ച പ്രവർത്തകർ ഡിസിയുടെ ഓഫീസിന് മുന്നിൽ വരെ ഇരച്ചെത്തിയ സ്ഥിതിയായിരുന്നു. അവിടെ ഒരു ഘട്ടത്തിന് ശേഷമാണ് പോലീസിനകത്തേക്ക് എത്തി അല്പമെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചത്. ഇപ്പോഴും സ്ഥിതി നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിയില്ല. പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിൻ്റെ ഉന്തും തള്ളും കയ്യാങ്കളിയും ഉണ്ടാകുന്നു. പലർക്കും പരിക്കേറ്റു, സ്റ്റെയർ കേസിൽ വീണിട്ടുണ്ട്. അങ്ങനെ നിരവധി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് കാണുന്നത്. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്ത് നീക്കുകയാണ്.
അക്ഷരാർത്ഥത്തിൽ സർവകലാശാലയുടെ നിയന്ത്രണം SFI ഏറ്റെടുക്കുന്ന സ്ഥിതിയായിരുന്നു. പ്രവർത്തകർ ഇരച്ചകത്തേക്ക് കയറുകയായിരുന്നു. അനന്തക സിന്ദുരനുണ്ട്. അനന്തൻ, കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഈ വനിതാ പ്രവർത്തകർ നീക്കിയാൽ മാത്രമല്ലേ മറ്റുള്ളവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നീക്കം ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല. ഒരു തരത്തിലും താഴേക്ക് പോകില്ല എന്ന നിലപാടിലാണ് SFI പ്രവർത്തകർ. അതേസമയം അതിൽ ആശ്വാസകരമായ കാര്യമുള്ളത്, ഒന്നാം നിലയിൽ VC-യുടെ ഓഫീസിന് മുന്നിൽ ഉണ്ടായ പ്രതിഷേധം പൂർണ്ണമായും മാറ്റാൻ, ഇവിടെ നിന്ന് പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഞാൻ ആ ദൃശ്യങ്ങൾ കാണിക്കാം. സുധീഷ്, ഒന്ന് ക്യാമറ അങ്ങോട്ട് തിരിക്കും, അങ്ങോട്ട് തിരിക്കും. അതല്ല, ഒന്ന് കാണിക്കാം, അങ്ങോട്ടൊന്ന് കാണിക്കാം. അവിടെ VC-യുടെ ഓഫീസിന്റെ ആ ഓഫീസിന്റെ മുന്നിലായിരുന്നു വലിയ പ്രതിഷേധം നേരത്തെ നടന്നിരുന്നത്. ആ ഇരുമ്പ് അഴി തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ, VC-യുടെ ഓഫീസിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചിരുന്നത്. അവിടെ നിന്ന് പൂർണ്ണമായും വിദ്യാർത്ഥികളെ നീക്കം ചെയ്തു. അവിടെ ഇപ്പോൾ പോലീസിന്റെ പൂർണ്ണമായ നിയന്ത്രണമാണ്. ഇവിടെ നിന്ന് നീക്കം ചെയ്ത വിദ്യാർത്ഥികളാണ് താഴെ ഈ സ്റ്റെയർ കേസിൽ ഇരിക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ആ സ്റ്റെയർ കേസിൽ നിന്ന് അനുനയ നീക്കത്തിന് തയ്യാറായി. ആ പ്രവർത്തകർ സ്റ്റെയർ കേസിൽ നിന്ന് താഴേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധം, അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നതിന് അയവ് വന്നു. പ്രവർത്തകർ പൂർണ്ണമായും താഴേക്ക് നടന്നു നീങ്ങി. ആ സ്റ്റെയർ കേസിൽ ഉണ്ടായിരുന്ന തിക്കും തിരക്കും ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. അങ്ങനെയാണ് താഴേക്ക് പ്രതിഷേധം മാറ്റാം എന്നുള്ള നിലപാടിലേക്ക് SFI പ്രവർത്തകർ എത്തിയത്. ഇപ്പോൾ സർവകലാശാല കെട്ടിടത്തിനുള്ള ഉള്ളിലുണ്ടായിരുന്ന SFI പ്രവർത്തകരെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയാണ്. കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. വലിയൊരു പോലീസ് സന്നാഹം സർവകലാശാലയുടെ അകത്തളത്തിൽ ഉണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ അതിലധികം പ്രവർത്തകർ ഈ കെട്ടിടത്തിനുള്ളിൽ കടന്നു കയറി പ്രതിഷേധിച്ചിരുന്നു. അവരെല്ലാം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വലിയ ആശ്വാസം. കെട്ടിടത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ സർവകലാശാല ആസ്ഥാനത്തിന്റെ നിയന്ത്രണം SFI പ്രവർത്തകർ ഏറ്റെടുത്തത് തന്നെ പറയാം. കിട്ടാവുന്ന വാതിലുകളിലൂടെ എല്ലാം അവർ അകത്തേക്ക് പ്രവേശിച്ചിരുന്നതാണ്. അവരാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്. അവരുടെ അല്പമായവ് വരുന്നു സംഘർഷത്തിന് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പ്രവർത്തകർ അകത്തു നിന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പുറത്തേക്ക് എത്തുകയാണ്. അതിനിടയിൽ പരിക്കേറ്റ പ്രവർത്തകരെ, തളർന്നു വീണ പ്രവർത്തകരെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നതും എടുത്തു മാറ്റുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏറെ നേരം സംഘർഷഭരിതമായ അന്തരീക്ഷം തുടരുകയായിരുന്നു സർവകലാശാല ആസ്ഥാനത്ത്. സർവകലാശാല നിയന്ത്രണം അക്ഷരാർത്ഥത്തിൽ SFI ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. പോലീസിന് വലിയ പാളിച്ചയുണ്ടായി. പിന്നീട് പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമം കഴിഞ്ഞ 1 മണിക്കൂറോളം നേരമായി തുടരുകയായിരുന്നു. ഇപ്പോൾ SFI പ്രവർത്തകർ തന്നെ മുദ്രാവാക്യം മുഴക്കി താഴേക്ക് വരികയാണ്. സർവകലാശാലയ്ക്ക് മുൻവശത്തും നേരിയ തോതിൽ ലാത്തി വീശൽ ഉൾപ്പെടെ ഉണ്ടായി. ബലം പ്രയോഗിച്ച് നിരവധി പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SFI പ്രവർത്തകർ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത്. പോലീസിന്റെ കസ്റ്റഡി എടുക്കാനുള്ള ശ്രമങ്ങളെ വലിയ തോതിൽ ചെറുക്കുന്നുണ്ടായിരുന്ന SFI പ്രവർത്തകർ ഇപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്.